സ്ത്രീത്വത്തെ അപമാനിച്ചെന്ന കേസിൽ തൊപ്പിയുടെ കൂട്ടാളി മമ്മുവിനെ ഇന്നും ചോദ്യം ചെയ്യും. മഞ്ചേരി CJM കോടതി അനുവദിച്ച 2 ദിവസത്തെ കസ്റ്റഡി ഇന്ന് അവസാനിക്കും. ഒളിവിൽ കഴിയുന്ന തൊപ്പിയെക്കുറിച്ചടക്കം വിശദമായ കാര്യങ്ങൾ ചോദിച്ചറിയാനാണ് പോലീസിന്റെ നീക്കം. കോഴിക്കോട് നിന്ന് അഭിജിത്ത് മുഴക്കുന്ന് ചേരുന്നുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. അഭിജിത്ത്, 2 ദിവസത്തെ കസ്റ്റഡി ഇന്ന് അവസാനിക്കും. ഇന്നിപ്പോൾ വിശദമായിട്ട് തന്നെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. പ്രത്യേകിച്ചും തൊപ്പി എവിടെ എന്ന ചോദ്യമൊക്കെയുണ്ട്. ശ്രുതി, അത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. നിഹാൽ എന്ന തൊപ്പി ഇപ്പോഴും ഒളിവിൽ തുടരുകയാണ്. ഈ കേസിലെ 1ാം പ്രതിയാണ് തൊപ്പി. അപ്പോൾ തൊപ്പിയെ കണ്ടെത്തുന്നതിനാവശ്യമായ വിവരങ്ങൾ അത് ഈ മമ്മുവിൽ നിന്ന് ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് പോലീസ് ഉള്ളത്. 2 ദിവസത്തെ കസ്റ്റഡിയായിരുന്നു അനുവദിച്ചത്. അതിൽ ഇന്ന് അവസാന ദിവസമാണ്. ഇന്ന് പരമാവധി വിവരങ്ങൾ മമ്മുവിൽ നിന്ന് ചോദിച്ചറിയുക എന്നുള്ളത് കൂടിയാണ് പോലീസ് നടത്തുന്ന നീക്കം. കേസിലെ 4ാം പ്രതിയായിരുന്നു മമ്മു. അതിൽ പ്രധാനമായും സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നുള്ളതായിരുന്നു മഞ്ചേരി സ്വദേശിനി ഈ മമ്മുവിനും മറ്റു കൂട്ടാളികൾക്കും, അതിൽ നിഹാൽ ഉൾപ്പെടെയുള്ളവർക്ക് എതിരെ നൽകിയിരുന്ന പരാതി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് FIR രജിസ്റ്റർ ചെയ്ത് ഇവർക്കെതിരെ അന്വേഷണം ആരംഭിച്ചത്. അതിന് പിന്നാലെ ഈ സംഘം ഒളിവിൽ പോകുന്ന സാഹചര്യമുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് കണ്ണൂർ ഇരിക്കൂറിലെ വീട്ടിൽ വെച്ച് മമ്മുവിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. പിന്നാലെ റിമാൻഡിലാവുകയായിരുന്നു. ഏതായാലും ഈ നിഹാൽ എന്ന തൊപ്പി ഇപ്പോഴും ഒളിവിൽ തുടരുകയാണ്. ഇവർ ഈ MRZ ഷമീർ എന്ന ലൈവ് സ്ട്രീമിങ്ങിലൂടെയാണ് ഈ മമ്മു ഉൾപ്പെടെയുള്ളവർ ഈ രീതിയിലുള്ള പരാമർശങ്ങൾ നടത്തിയത്. അതിൽ വീഡിയോ രംഗങ്ങൾ ഉണ്ടായിരുന്നു, ഒപ്പം തന്നെ ചില ശബ്ദ സന്ദേശങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇത് തന്നെ അപമാനിക്കുന്നതാണ് എന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ഈ മഞ്ചേരി സ്വദേശിനി പരാതി നൽകുകയും അങ്ങനെ പോലീസ് കേസ് എടുത്ത് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തത്. ഏതായാലും കൂടുതൽ പേർ ഈ കേസിൽ പിടിയിലാകാനുണ്ട്. അതിൽ തൊപ്പി ഉൾപ്പെടെയുള്ളവരുണ്ട്. അവരിലേക്ക് എത്താൻ മമ്മുവിൽ നിന്നുള്ള വിവരങ്ങൾ സഹായിക്കുമെന്നുള്ളതാണ് പോലീസിന്റെ പ്രതീക്ഷ. അഭിജിത്ത് മുഴക്കുന്നാണ് വിശദാംശങ്ങൾ നൽകിയത്.